ബിജെപിക്കകത്ത് ആശയക്കുഴപ്പമൊന്നുമില്ല. ബിജെപി ഇവിടെ ഇപ്പൊ പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത് കാവിക്കൊടി ഏന്തിയിട്ടുള്ള ഭാരതാംബയുടെ ചിത്രത്തിലാണ്. ഇനി ശിവൻകുട്ടിയുടെയും നമ്മുടെ പ്രസാദ് മന്ത്രിയുടെയും എതിർപ്പ് കൊടിയോടാണ് എങ്കിൽ, ഭാരതാംബയുടെ അല്ല എങ്കിൽ, ഒരു സ്ത്രീ ഈ ചിത്രം പിടിച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സ്ത്രീയുടെ ചിത്രം, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ത്രീയുടെ ചിത്രം ഉണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് കൊടിയുടെ നിറമല്ല അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം. അവരുടെ തർക്കത്തിന്റെ അടിസ്ഥാനം അവിടെ ഭാരതാംബ എന്നുള്ള സങ്കല്പത്തോടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന ആളുകള് ഭരണഘടനയോട് ഇവരുടെ കൂറും പ്രതിബദ്ധതയും എത്രയുണ്ട് എന്നറിയണമെങ്കിൽ നിയമസഭയിൽ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. അല്ലല്ല, ഞാൻ പൂർത്തിയാക്കിയില്ലല്ലോ, നിങ്ങളുടെ ചോദ്യം പൂർത്തിയാക്കട്ടെ. അതായത് ശിവൻകുട്ടി മന്ത്രി ഭരണഘടനയാണ് ഉയർത്തിപ്പിടിച്ചത്, ഭരണഘടനയോട് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് പറഞ്ഞത്. നിയമസഭയിൽ ഡെസ്കിന്റെ മുകളിൽ കയറി നടക്കുക, അത് കഴിഞ്ഞിട്ട് അധ്യക്ഷന്റെ വേദിയിലെത്തി മൈക്ക് ബലം പ്രയോഗിച്ച് പിഴുതെടുത്ത് വലിച്ചെറിയുക, ഇത് ഏത് ഭരണഘടനയിലായി പറഞ്ഞിട്ടുള്ളത്? ഇങ്ങനത്തെ പ്രകടനങ്ങൾ നിയമസഭയോടുള്ള അങ്ങേയറ്റത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നിയമസഭയോടുള്ള അവഹേളനം ഒന്ന്. രണ്ടാമത്തെ കാര്യം, രാജ്ഭവനിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഗവർണർ എത്തുന്നതിന് മുൻപ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. ഡൽഹിയില് രാഷ്ട്രപതി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും രാഷ്ട്രപതി ചടങ്ങിനെത്തുന്നതിന് മുൻപ് എത്തിച്ചേരുക എന്നുള്ളതാണ് പ്രോട്ടോകോൾ. മൂന്നാമത്തെ കാര്യം, ദേശീയ ഗാനം ഒരു പരിപാടിയിൽ ഉണ്ടാകുമ്പോൾ ആ ദേശീയ ഗാനം പരിപാടിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ ആ ദേശീയ ഗാനം പാടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, ഇതെല്ലാം ഭരണഘടനയോടുള്ള അദ്ദേഹത്തിന് ഭരണഘടനയെക്കുറിച്ച് എന്തറിയാം എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത്. ഞങ്ങൾക്കും അതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത്, ജനങ്ങളുടെ ചോദ്യം. ഭരണഘടനയോട് കൂറുണ്ട് എന്ന് പറയുന്ന ആളുകൾ നിയമസഭ മുഴുവൻ തല്ലി തകർക്കുന്ന സമീപനം നിയമസഭയിൽ സ്വീകരിക്കില്ല. ഗവർണർ എത്തുന്ന പരിപാടിയിൽ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഗവർണർ എത്തിയതിന് ശേഷമല്ല എത്തുക, ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്ക് നടത്തില്ല. ശരി, ബിജെപിക്ക് അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ കാവിക്കൊടി വെച്ചിരിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആ ഫേസ്ബുക്കിൽ എന്താ വന്നത്. അതെ, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടെ കാവിക്കൊടിയിലാണ് നമ്മളെല്ലാവരും കാവിക്കൊടി എഴുതിയ ഭാരതാംബ. ആ ഭാരതാംബയോട് ഒരയിത്തവും ബിജെപിക്കില്ല. അയിത്തം ബിജെപിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ബിജെപി ഇവിടെ അത് നടത്തിയിരിക്കുന്നത്. അല്ല, CPM-കാർക്ക് അങ്ങനെ ഒരു ഭാരതാംബയാണോ ഇഷ്ടം? അല്ല, ഞാൻ ചോദിക്കുന്നത് പൊതുവിൽ ഇന്ത്യക്കാർക്ക് എന്താ പ്രശ്നം ഈ കാവിക്കൊടിയോട്? അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കാവിക്കൊടിയോട് ഇന്ത്യക്കാർക്ക് എതിർപ്പുണ്ടോ? ദേശീയ പതാകയോട് എതിർപ്പില്ലല്ലോ. അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ ദേശീയ പതാക ഉയർത്തുന്നുണ്ട്, റിപ്പബ്ലിക് ഡേക്ക് ദേശീയ പതാക ഉയർത്തുന്നുണ്ട്. ഭാരതാംബയുടെ കയ്യിൽ കാവി പതാകക്ക് എന്താ കുഴപ്പമെന്നാണ് എന്റെ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ പ്രശ്നം പതാകയുടേതാണോ പ്രശ്നം? ആണോ? ശിവൻകുട്ടി അങ്ങനെയല്ല പറഞ്ഞത്, ഒരു സ്ത്രീ, പരിചയമില്ലാത്ത ഒരു സ്ത്രീ ഇവിടെ ഇരിക്കുന്നു എന്നാണ്. അതായത് ഒരു കാര്യം ചെയ്യട്ടെ, ശിവൻകുട്ടി ഭരണഘടനാപരമായിട്ട്, കാരണം ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും ഇറക്കിയ ശിവൻകുട്ടിയുടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചതും ബിനോയ് വിശ്വത്തിന്റെ പത്രക്കുറിപ്പും നിങ്ങളൊന്ന് എടുത്തു നോക്കുക. ആ എതിർപ്പ് കാവിക്കൊടിയോടാണെങ്കിൽ കാവിക്കൊടി വേണ്ട, കാവി ധരിച്ചാ മതി.
അപരേന്ദ്രനാഥ് ടാഗോർ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുക. മുഴുവൻ കാവ്യാവണം, കുറച്ച് മാത്രം കാവ്യ പോരാ എന്നാണ് ശിവൻകുട്ടിയുടെ സമീപനമെങ്കിൽ അത് പറയട്ടെ. രണ്ട്, ബിനോയ് വിശ്വം പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ത്രീയെ ഭരണഘടനയിൽ ഇല്ല എന്നാണ്. അപ്പൊ ഭരണഘടനയാണ് പ്രശ്നം എന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞത്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്ന ഭരണഘടനയെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? നിങ്ങൾ നിയമസഭയിൽ കാണിച്ച കോപ്രായം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഭരണഘടനയുടെ വകുപ്പൊക്കെ പറഞ്ഞല്ലോ. നിയമസഭയിൽ ഈ ഡെസ്ക് തല്ലി പൊളിക്കുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? ഗവർണറുടെ പരിപാടിയിൽ ഗവർണർ എത്തിയതിനു ശേഷം വരുന്നത് ഏത് വകുപ്പിലാണ്? അതുപോലെ ദേശീയ പതാക, ദേശീയ ഗാനത്തിന് മുൻപ് ഇറങ്ങിപ്പോകുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ്? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? അല്ലെ, ചോദിച്ചോന്ന്? അല്ല, എന്റെ ചോദ്യം അല്ലല്ലേ, നിങ്ങൾ ഇങ്ങോട്ട് മാത്രമല്ലല്ലോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. നിങ്ങൾ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കുക, നിങ്ങൾ ശിവൻകുട്ടിയോട് ഈ ചോദ്യം ചോദിച്ചോ എന്നാണ് എന്റെ ചോദ്യം. അല്ലെ, ചോദിച്ചോന്ന്? അല്ല, നിയമസഭയിലെ പ്രശ്നമല്ലേ? ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടന അല്ലല്ല, പോയിട്ടില്ല. പോയതെങ്ങനെയാവുക? ഭരണഘടനയോടുള്ള അവഹേളനം എപ്പോഴും അവഹേളനാണ്. പോട്ടെ, രാജ്ഭവനിൽ 20 മിനിറ്റ് വൈകിയത് എന്താണെന്ന് ചോദിച്ചോ? ദേശീയ ഗാനത്തെ അവഹേളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത് എന്താണെന്ന് ചോദിച്ചോ? അല്ല, ഇത് ചോദിച്ചോ എന്നാണ് എന്റെ ചോദിച്ചതിന്. ചോദിച്ചോന്നോ ഇല്ലെന്നോ മറുപടി കിട്ടിയാൽ മതി. എന്റെ ചോദ്യത്തിന് നിങ്ങൾ ചോദിച്ചോ ഇല്ലയോ എന്നുള്ള മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് എന്താ മറുപടി? അല്ല, ആ ചോദ്യത്തിന് മറുപടി എന്താന്ന്? ശിവൻകുട്ടിയുടെ മറുപടി എന്താ? അതല്ല ഞാൻ പറയുന്നത്. 20 മിനിറ്റ് അതല്ല എന്റെ ചോദ്യം. 20 മിനിറ്റ് വൈകിയതിനുള്ള കാരണം അവഹേളനമല്ലേ? അല്ല, 20 മിനിറ്റ് വൈകിയ വരുന്ന ദേശീയ ഗാനത്തിന് മുമ്പ് ഇറങ്ങിപ്പോകും നടത്തുന്നു അറിയിച്ചിട്ടുണ്ടോ? അല്ല, എന്തുകൊണ്ട്? അല്ലല്ല, അത് അവഹേളനമല്ലേ? അത് അവഹേളനമല്ലേ എന്ന് നിങ്ങൾ ചോദിച്ചോന്നാണ്. ദേശീയ ഗാനം പാടാൻ അദ്ദേഹത്തിന് എന്താ എതിർപ്പ്? ആ കാര്യം നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താ? അതെനിക്ക് അറിയണം. അതെന്താ മറുപടി? അല്ല, അതിനെ ദേശീയ ഗാനത്തിന് എന്തിനാ അവഹേളിക്കുന്നത്? ദേശീയ ഗാനത്തെ അവഹേളിക്കുന്നത് എന്തിന്? രാജ്ഭവനെ എന്തിനു അവഹേളിക്കുന്നു? ഈ ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ മറുപടി എനിക്ക് പറഞ്ഞതാ. അപ്പൊ ഞാൻ മറുപടി പറയാം. ഇപ്പൊ പ്രശ്നം ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടന ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഭരണഘടനയാണെന്നാണ്. ഭരണഘടനയിലെ ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി പറഞ്ഞ ഭരണഘടനയിലുള്ളത് മാത്രമേ ഞാൻ അംഗീകരിക്കുന്നതാണ്. പാലക്കാട് BJP നേതാവല്ല. അതായത് ഞാൻ ശിവൻകുട്ടി പറഞ്ഞത് ഭരണഘടന ഇപ്പൊ പ്രശ്നമാണെന്നാണ്. ഭരണഘടന അനുസൃതമായിട്ടേ ഞാൻ പ്രവർത്തിക്കൂ. എന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. എന്റെ സുഹൃത്തെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മറുപടി അല്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ ചോദ്യത്തിന് നിങ്ങൾക്കാർക്കും മറുപടി ഇല്ലല്ലോ. നിങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ച് നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടിയില്ല. ശരി, നേതാവാണ് പറഞ്ഞത് ഇന്ത്യയുടെ പതാക മാറ്റി കാവിക്കൊടിയാക്കണമെന്ന്. അതെ, അങ്ങേക്കതിനൊന്നും മറുപടിയില്ല. ബിജെപിയുടെ നിലപാടാണോ? എന്റെ സുഹൃത്തെ, BJPയുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ BJPയുടെ ഭരണഘടന വായിച്ചു നോക്കുക. അതാരാ ഏറ്റവും മുതിർന്ന നേതാവ്? LK അഡ്വാനിയോ? നിങ്ങൾ തീരുമാനിക്കുകയാണോ ഏറ്റവും മുതിർന്ന നേതാവ് ആരാണ്? ഭരണഘടനയുടെ വിഷയമാണ് ഇപ്പൊ പ്രശ്നം. ഭരണഘടനയുടെ വിഷയത്തിൽ ദേശീയ ഗാനത്തെ അപമാനിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിലപാട്? രാജ്ഭവൻ എന്ന് പറയുന്നതിനെ അവഹേളിക്കുന്നതിന് എന്താ നിലപാട്? നിയമസഭയെ അവഹേളിക്കുന്നതിനെ കുറിച്ച് എന്താ നിലപാട്? ഈ ചോദ്യം നിങ്ങൾക്കില്ല.